ഹലോ, ഹമിൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ ട്രെൻഡിങ് കേക്കായ ട്രസ് ലെച്ചസ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഇത് നമ്മുടെ സാധാരണ കേക്കിൽ നിന്നും തികച്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. കുതിർത്തിയിട്ടാണ് കേട്ടോ ഈ കേക്ക് കഴിക്കുക. അതുകൊണ്ട് തന്നെ വളരെയധികം ടേസ്റ്റിയുമാണ്. ഇതിപ്പോൾ ഞാൻ തയ്യാറാക്കിയത് ഓവനൊന്നും യൂസ് ചെയ്യാതെയാണ്. വളരെ എളുപ്പത്തിൽ ആർക്കും തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. കാര്യമായിട്ട് ഡെക്കറേഷൻസ് ഒന്നുമില്ല. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചോളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെന്നെയാണെങ്കിലും അതും കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് എഴുതിയ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ദേ ഇങ്ങനെ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ദേ ഇങ്ങനെ കാണാം. അതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാലേ ചാനലിലെ പുതിയ അപ്ഡേഷനുകളൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോ നോക്കാം. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഈ കേക്കിന് ബേസ് ആയിട്ട് വേണ്ടത് ഒന്നെങ്കിൽ വാനില ഫ്ലേവർ കേക്ക് അല്ലെങ്കിൽ പിസ്ത ഫ്ലേവർ കേക്കാണ് കേട്ടോ. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോണത് പിസ്ത ഫ്ലേവറാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ട ബാറ്റർ ഒന്ന് മിക്സ് ചെയ്യണം. ഇതിനായിട്ടിപ്പോൾ ഞാൻ ഒരു ബൗളിൽ 2 മുട്ട, 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇവയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല ക്രീമി ടെക്സ്ചർ കിട്ടുന്നത് വരേക്കും ബീറ്റ് ചെയ്യണം. ഇപ്പോൾ മുട്ടയും പഞ്ചസാരയൊക്കെ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും 1/4 കപ്പ് പാലും കുറച്ച് ഡ്രോപ്പ് പിസ്ത എസൻസും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. അതിപ്പോൾ ഞാനൊരു അരിപ്പയിലൂടെ അരിച്ചിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. ആദ്യം ഞാനിപ്പോൾ 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് ഇവയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തരിച്ചിട്ട് താഴെയുള്ള ബാറ്ററിലേക്ക് മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ഹാൻഡ് ബീറ്റർ ഉപയോഗിക്കരുത് കേട്ടോ. ഇതുപോലെ പതുക്കെ ഒരു സ്പാച്ചുല ഉപയോഗിച്ചിട്ട് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ആദ്യം ബേക്കിംഗ് ടിന്നിൻ്റെ അടിയിലും സൈഡിലും ഒക്കെ ഒന്ന് നല്ലപോലെ ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് എയർ ഉണ്ടെങ്കിൽ പോകാനും വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. ഞാനിപ്പോൾ ഇതുപോലുള്ളൊരു പാനിൻ്റെ അകത്താണ് ബേക്ക് ചെയ്യണത്. ഇതിൻ്റെ അകത്തൊരു വയർ റാക്കും ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാൻ ആദ്യം ഞാനൊന്ന് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മുടെ കേക്ക് ടിന്ന് ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു 40 മിനിറ്റ് ബേക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ഇടയ്ക്ക് വന്ന് തുറന്ന് നോക്കരുത്. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി ബേക്കായിട്ട് വരില്ല. പിന്നെ ഇതേ ബാറ്റർ തന്നെ നിങ്ങൾക്ക് ഓവനിലും കുക്കറിലും ഒക്കെ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ 40 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ കേക്ക് നല്ല പോലെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ചൂട് പോകാനായിട്ട് മാറ്റി വെക്കുക കേട്ടോ. ചൂട് പോയതിന് ശേഷം മാത്രമേ കേക്ക് ടിന്നിൻ്റെ അകത്തുനിന്ന് എടുത്ത് മാറ്റാവുള്ളൂ. അപ്പോഴത്തേക്കിന് നമുക്കിതിലൊരു ക്രീമിൻ്റെ മിക്സ്ചർ ഉണ്ടാക്കണം. അത് ഉണ്ടാക്കിയെടുക്കാം. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ 1/4 കപ്പ് പാല്, 1/2 കപ്പ് വിപ്പിംഗ് ക്രീം, 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ഇവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ വിപ്പിംഗ് ക്രീമിന് പകരം നിങ്ങൾക്ക് ഫ്രഷ് ക്രീമും യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്കും ഞാൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് 2-3 ഡ്രോപ്പ് പിസ്ത എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. പിന്നെ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിനായിട്ട് ഇപ്പോൾ ഞാൻ ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇതിനെയും കൂടെ നന്നായിട്ടൊരു 3-4 മിനിറ്റ് നിർത്താതെ ബീറ്റ് ചെയ്തിട്ടൊന്ന് സ്റ്റിഫ് പീക്സ് ആക്കി എടുക്കുക കേട്ടോ. ഈ 1/4 കപ്പ് വിപ്പിംഗ് ക്രീം തന്നെ ഇതിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ധാരാളമാണ്. ഇനിയിപ്പോൾ നമുക്ക് കേക്ക് ടിന്നിൻ്റെ അകത്തുനിന്ന് എടുത്തു മാറ്റാം. ഇതിനായിട്ട് ആദ്യം ഒരു കത്തി ഉപയോഗിച്ചിട്ട് പതുക്കെ ഇതുപോലെ സൈഡ് ഒന്ന് വിടിയിച്ചെടുക്കുക. എന്നിട്ട് ഒരു ഡിഷിലേക്ക് കമിഴ്ത്തി വെച്ചിട്ട് പുറകിലൊന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കേക്ക് നല്ല പോലെ വിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ
ട്രസ് ലെച്ചസ് കേക്കിനുള്ള കേക്കും അതുപോലെ ക്രീമും വിപ്പിംഗ് ക്രീമും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ കേക്ക് സെറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു കുഴിയുള്ള ട്രേ വേണം കേട്ടോ. ഗ്ലാസിൻ്റെ ട്രേയോ സ്റ്റീലിൻ്റെ ട്രേയോ ഒക്കെ നിങ്ങളുടെ ചോയ്സിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച കേക്ക് കട്ടിയൊന്നും ചെയ്യാണ്ട് മുഴുവനായിട്ടും ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ഫോർക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നല്ല പോലെ ഹോൾസ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീമിൻ്റെ മിക്സ്ചർ ഇല്ലേ, അത് ഇതിൻ്റെ മുകളിൽ നല്ല പോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് ഇതിനൊന്ന് മാറ്റി വെക്കുക. നമ്മൾ ഈ ഒഴിച്ചു കൊടുത്ത ക്രീം കേക്കിൻ്റെ അകത്തേക്ക് നല്ല പോലെ ഒന്ന് അബ്സോർബ് ചെയ്യണം, അതിനു വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീമായിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി നോസിലൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ആ ക്രീം ഒന്ന് അതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മാത്രം മതി. ഇനിയിപ്പോൾ ഫൈനലായിട്ട് കുറച്ച് പിസ്ത പൊടിച്ചെടുത്ത പൊടി ഞാൻ ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ അടിപൊളിയായ ട്രസ് ലെച്ചസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. തികച്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. നമ്മൾ ആ ഒഴിച്ചു കൊടുത്ത ക്രീമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിൻ്റെ അകത്തേക്ക് അബ്സോർബായി ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ കേക്കിന്. കാര്യമായിട്ട് പണിയൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഡെക്കറേഷൻ അറിയാത്തവർക്ക് പോലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ മടിക്കാതെ ഡിസ്ലൈക്ക് അടിച്ചോളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുതന്നെയാണെങ്കിലും അത് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അതിനുശേഷം ഇങ്ങനെ ഒരു ബെല്ലൈക്കൺ കാണാം. അത് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ 3 ഓപ്ഷൻ ആയിട്ട് കാണാം. ഇതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ തന്നെ മറക്കാതെ പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാലേ ഈ ചാനലിലെ എല്ലാ നോട്ടിഫിക്കേഷനും ഉടനെ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം.